ഐഷ സനീം എന്ന് പറഞ്ഞ കുട്ടിയാണ് ആദ്യം ആൻസർ ചെയ്ത് കണ്ടത്. ഐഷ സനീം. ഓക്കേ, അപ്പൊ ഐഷ സനീമിന് ഇൻഷാ അല്ലാഹ് ഒരു സമ്മാനം ഉണ്ടാകും. ഐഷ സനീം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ സ്വർഗം അള്ളാഹുവിനോട് പറയുന്നതാണ്. എങ്ങനെ 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 സ്വർഗല്ലേ, സ്വർഗം അള്ളാഹുവിനോട് സംസാരിക്കും, പറയും. എന്താ പറയാ അറിയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉസ്താദ് എത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ആരും സംസാരിക്കരുത്. നല്ല കുട്ടികളായിട്ട് ഇരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാരും മഗ്‌രിബൊക്കെ നിസ്കരിച്ച് ഇരിക്കാണല്ലേ? വീഡിയോ ഓൺ ആക്കിയ എല്ലാരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യൂ, ഞാൻ നോക്കട്ടെ ആരൊക്കെയാണ്. മൈക്ക് മ്യൂട്ട് ചെയ്ത് അതുപോലെ വീഡിയോ ഓൺ ആക്കി ഇരിക്കുന്ന ആരൊക്കെ നോക്കട്ടെ. അൽഹംദുലില്ലാ. മുഹമ്മദ് ബിലാല് മൈക്ക് മ്യൂട്ടാണ്, വീഡിയോ ഓൺ ആണ്. ഹംദ മൊയ്തീൻ, അസീം, പിന്നെ ആയിഷ, ഹിദായ, മറിയം, റൂഹി, ആമിർ, മറിയം, അഫ്ഫാൻ, അമ്മാർ, ആയിഷ, ഷദ, ഫാദിയ, ഹാദിയ, മുഹമ്മദ് റിസ്വാൻ, അമത്തുൽ വദൂദ്, അവരൊക്കെ അൽഹംദുലില്ലാ വീഡിയോ ഓൺ ആണ്, മൈക്ക് മ്യൂട്ടാണ്. വെരി ഗുഡ്, ബാറക്കല്ലാഹു ഫീക്കും. ഫാത്തിമ, ഹിദായ, ഹഫ്സ, റഹീസ്, പിന്നെ ഒരു 86 24 10. പേര് റീനെയിം ചെയ്യൂ. സൂമിൽ ചാറ്റ് ലിസ്റ്റിൽ പോവുക, റീനെയിം ചെയ്യാം. ആക്കിഫ്, ആമി, ആമിർ, ആയിഷ, ഹാദി, അബാൻ ഉണ്ട്, അബ്ദുറഹ്മാൻ. അൽഹംദുലില്ലാ. അപ്പൊ ഇന്നലെ ഉള്ള ആളുകളൊക്കെ ഏകദേശം ഇന്നുണ്ട് അല്ലേ? ഞാൻ എല്ലാരും പേര് വായിക്കണില്ല. എല്ലാരും പേര് ഞാനിവിടെ ഇങ്ങനെ വായിക്കണ്ടല്ലോ. ഇന്ന് ഇശാ ബാങ്ക് കൊടുക്കും. എല്ലാരും പേര് ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. മാഷാ അല്ലാഹ്, എല്ലാരും പേര് കാണുന്നുണ്ട്. എല്ലാരും പേര് ഇവരൊക്കെ ഉണ്ടല്ലേ? അതെ, എല്ലാരും പേര് ഞാൻ അങ്ങനെ വായിച്ചോണ്ടിരിക്കുകയാണ്. പേരുകള് അൽഹംദുലില്ലാ. നിങ്ങളെ പേര് എല്ലാരും കൂടി പേര് വായിച്ചാൽ ഇശാബാങ്ക് കൊടുക്കുമല്ലോ പഠിച്ചോനെ. അപ്പൊ തൽക്കാലം എല്ലാരും പേരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ്, വായിച്ചോണ്ടിരിക്കാണ്, മനസ്സിൽ വായിച്ചോണ്ടിരിക്കാണ്. വീഡിയോ ഓണാക്കി ഓഡിയോ ഓഫാക്കിയ ആൾക്കാരാണ് ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത്. വീഡിയോ ഓണാക്കി എന്നാൽ മൈക്ക് മ്യൂട്ട് ചെയ്ത ആളുകളെയാണ് ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ ഒരുപാട് കുട്ടികള്, വലിയ സന്തോഷത്തെ. ഇന്നലെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഒന്ന് ഇങ്ങനെ മാനുവൽ ആയിട്ടൊന്ന് കൈപൊക്കിയേ. ഇന്നലെ ഉണ്ടായിരുന്ന ആളുകള്, ഇന്നലെയും ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കൈപൊക്കുക. ഇങ്ങനെ സൂമിൽ ഹാൻഡ് റൈസ് അല്ല, അത് നമ്മൾ വേറെ പറയും. ഇങ്ങനെ കൈപൊക്കുക. മാഷാ അല്ലാഹ്. ഇവരൊക്കെ ഇന്നലെയുള്ള ആളുകളാ. ഇന്നലെയും മിനിയാന്നൊക്കെ ഈ മദ്രസയിൽ ഉണ്ടായിരുന്ന കുട്ടികളാണ് ഇതില്ലേ? പേര് പറയണ്ട. മൈക്ക് ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യരുത്. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യരുത്. അൽഹംദുലില്ലാ. ചില ആൾക്കാർ ടാറ്റ ഒക്കെ തരുന്നുണ്ട്, തിരിച്ചും ടാറ്റ. ടാറ്റ, ബൈ ബൈ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പോ ഈ മദ്രസ നമ്മളെ വെക്കേഷനിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ നിങ്ങളെ കൂടെ ഏത് ഉസ്താദ് ഉണ്ടായിരുന്നത്? ചാറ്റ് ബോക്സിൽ അബ്ദുറഹ്മാൻ ഉസ്താദ്. അബ്ദുറഹ്മാൻ ഉസ്താദ് ഉണ്ടായിരുന്നോ? മാഷാ അല്ലാഹ്. താജുദ്ദീൻ സുലൈ ഉസ്താദ് ഉണ്ടായിരുന്നോ? ഇന്നലെ അല്ല, കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നോ? ചാറ്റ് ബോക്സിൽ എല്ലാരും ടൈപ്പ് ചെയ്തിട്ടേ എന്നാണ്
കുറച്ച് ആളുകൾ മിനിയാന്ന് പറയുന്നുണ്ട്. Then പിന്നെ ഇന്നലെ 31st ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അയ്വാ, അപ്പൊ ഇന്ന് മൂന്നാമത്തെ ഉസ്താദാണ് നമ്മള് അല്ലെ? മൂന്നാമത്തെ ഉസ്താദ്, തേർഡ് ഉസ്താദാണ്. നമ്മളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടോ? പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ചാറ്റ് ബോക്സിലാണ് യെസ് വരേണ്ടത്. ചാറ്റ് ബോക്സിൽ യെസ് വരിക, ചാറ്റ് ബോക്സിൽ. പിന്നെ ബാക്കിയുള്ളവര് ചാറ്റ് ബോക്സിൽ. മദ്രസയിലില്ലേ? അൽഹംദുലില്ലാ, നമ്മളെ ഓൺലൈൻ മദ്രസയിലെ കുട്ടികൾ ഇവിടെ ഉണ്ട്. തേൻമൊഴി കാണുന്ന കുട്ടികളുണ്ട്. അതെ അതെ, അൽഹംദുലില്ലാ. അപ്പൊ ശബ്ദം കേൾക്കുന്നില്ല. ഞാന് തേൻമഴ ഇടക്കിടക്ക് ഇങ്ങനെ കാണാറുണ്ട്. വേദ് ഞാൻ സാറിന്റെ വീഡിയോകള് കുറെ കണ്ടിരുന്നു. എനിക്ക് സാറിന്റെ വീഡിയോ മാത്രം പറ്റലുള്ളൂ. തേൻമഴിന്റെ വീഡിയോ ഇടക്കിടക്ക് കാണാറുണ്ട്. യെസ് യെസ്, ഓക്കെ. ഇപ്പൊ റെഡി. അപ്പൊ ഞാൻ ഏകദേശം താഴെ വരെ പോയി. ഈ സൂമിൽ ഇപ്പോ 200 ചില്ലാന കുട്ടികളുണ്ട്. യൂട്യൂബിൽ കാണുന്നവരുണ്ട്. പീസ് റേഡിയോ ആപ്പിൽ ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നവരുണ്ടാകും അല്ലേ? എല്ലാവരോടും അന്വേഷണം പറയാണ്. ചിലപ്പോ യൂട്യൂബിലും പീസ് റേഡിയോ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, അതാ ഞങ്ങളെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, ഞങ്ങളെ പേരൊന്നും വായിക്കണില്ലല്ലോ വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ അവരോട് പറയാനുള്ള എന്താ അറിയോ? ഈ പീസ് റേഡിയോയില് ഈ മദ്രസയുടെ ഈ കോഴ്സില് നമ്മളെ പോലെ ഇങ്ങനെ നേർക്കുനേരെ കാണണമെങ്കിൽ, വീഡിയോയില് കാണണമെങ്കിൽ, സൂമിലൊക്കെ വരണമെങ്കിൽ, അതിന്റെ ലിങ്ക് കിട്ടണമെങ്കിൽ കോഴ്സ് ഓപ്ഷനില് പീസ് റേഡിയോ ആപ്പ് തുറന്നിട്ട് താഴെ കോഴ്സ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതില് ഈ മദ്രസക്ക് എൻറോൾ ചെയ്തവർക്കാണ് എന്ത് ചെയ്യാ, ഈ സൂം വഴി നേരിട്ട് ഇതുപോലെ പങ്കെടുക്കാൻ കഴിയാം. അൽഹംദുലില്ലാ. അപ്പൊ ഏതായാലും മക്കളെ, കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഈ മദ്രസയിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ ഫസ്റ്റിനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ മദ്രസ നിർത്തരുത്, ഈ മദ്രസ നിർത്താൻ പാടില്ല. ഈ മദ്രസ ഇപ്പൊ നമ്മൾ വെക്കേഷന് തുടങ്ങിയതാണല്ലേ? ഈ ഡിസംബർ വെക്കേഷന് തുടങ്ങിയ ഒരു കോഴ്സാണ്. ഇപ്പൊ വെക്കേഷൻ മറ്റന്നാൾ സ്കൂൾ തുറക്കും അല്ലെ? സ്കൂള് മറ്റന്നാൾ മീൻസ് തിങ്കളാഴ്ച, മൺഡേ സ്കൂൾ തുറക്കൂലേ? ഇന്നിപ്പോ ഫ്രൈഡേ ആയി. ചില കുട്ടികൾക്കൊക്കെ തുറന്നിട്ടുണ്ടാകും. നോർമലി കേരള സിലബസിലുള്ള കുട്ടികൾക്കൊക്കെ മൺഡേ സ്കൂൾ തുറക്കും. അപ്പൊ നമ്മുടെ ഈ മദ്രസയുടെ കോഴ്സ് നാളെയോ മറ്റന്നാളൊക്കെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണോ അതോ തുടർന്ന് പോകണോ? നിങ്ങളുടെ അഭിപ്രായം ഇവിടെ അല്ല പറയല്ല, മൈക്കോൺ ആക്കല്ല വേണ്ടത്. നിങ്ങൾ എവിടെ ചെയ്യേണ്ട അറിയോ? നിങ്ങള് പിന്നെ ചാറ്റ് ബോക്സില് ലൈക്കിന്റെ ചിഹ്നം തുടർന്ന് പോകണം എന്നാണെങ്കിൽ ലൈക്കിന്റെ ചിഹ്നം കൊടുക്കുക. അതല്ല പീസ് റേഡിയോ തുടരണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കുക. ഡിസ്ലൈക്ക്. പഠിച്ചോനെ ഫുള്ള് ലൈക്കാണല്ലോ. ഏകദേശം എല്ലാവരും ലൈക്കാണ് അടിക്കണത്. ഇതിപ്പോ ഇനി നമുക്ക് തുടർന്ന് പോകുക. പഠിച്ചോനെ എല്ലാ ദിവസവും അല്ല, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ തുടരണമെന്ന് ആലോചിക്കണോ? അല്ലാ, എത്ര ഒരാളെന്നെ 5ഉം 10ഉം ലൈക്കൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ ഒരാൾ ഒരു ലൈക്കാ ഉദ്ദേശിച്ചത്, പക്ഷെ ഒരാളെന്നെ അല്ലാ. ഇവിടെ ഒരു കുട്ടി 1 2 3 4 5 6 7 8 9 9 9 18 18 3 21 ഒരു കുട്ടി 21 ലൈക്ക്. അല്ലാ, ഇങ്ങനെയൊക്കെ ലൈക്ക് അടിച്ചാൽ നമ്മൾ ഈ മദ്രസ തുടരുട്ടോ. അല്ലാ, വേറൊരു കുട്ടി 2 4 6 8 9 1 2 3 4 5 6 7 8 9 10 11 12 അപ്പൊ 99 100 ഒരു കുട്ടി തന്നെ 100 ലൈക്കൊക്കെ അടിച്ചിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഈ മദ്രസ നമുക്ക് നിർത്താൻ കഴിയില്ലല്ലോ. ഒരു ലൈക്കൊക്കെ മതി, തൽക്കാലം ഒരു ലൈക്ക് മതി. പറഞ്ഞ അല്ല, ചാറ്റ് ബോക്സ് മൊത്തം ലൈക്കുകളാണ്. നോക്കാം, നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മുടെ പീസ് റേഡിയോയുടെ ടീമേ അടുത്ത ആഴ്ച മീറ്റിംഗ് കൂടുമ്പോ നമുക്ക് ആലോചിച്ച് നോക്കാം.
ആഴ്ചയിലൊക്കെ ഈ മദ്രസ തുടരാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക. ചില കുട്ടികൾ ഡിസ്ലൈക്ക് കാണുന്നുണ്ട് കേട്ടോ, ചില കുട്ടികൾ ഡിസ്ലൈക്ക് ഉണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോ സ്കൂൾ തുറന്നാല് ഭയങ്കര വർക്കൊക്കെ ഉണ്ടാകും. അപ്പോ പിന്നെ ഈ മദ്രസയുടെ ക്ലാസ്സും സ്കൂളത്തെ ക്ലാസ്സും എല്ലാം കൂടി കഴിയൂലട്ടോ എന്ന് പറയുന്ന കുറച്ച് കുട്ടികളായിരിക്കും ചിലപ്പോ ഡിസ്ലൈക്ക് അടിക്കണേ അല്ലേ. കുഴപ്പമില്ല, നമുക്ക് നോക്കുക. തുടരുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാ, പിന്നെ നിങ്ങൾ സ്കൂളിലെ ക്ലാസ്സും ഇതൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് പഠിക്കാനുണ്ടാവും എന്നാണ് ഡിസ്ലൈക്ക് അടിച്ച ഒരു കുട്ടി പറയണത്. ശരിയാണ്, പഠിക്കാണ്ടാവും. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം, ശരിക്കും ആലോചിച്ചിട്ട് ചെയ്യാം. ഈ മദ്രസ തുടരണോ? കുറെ കുട്ടികൾ ലൈക്ക് അടിക്കുന്നുണ്ട്. അതൊക്കെ എല്ലാം കൂടി പരിഗണിച്ച് നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാ. അപ്പൊ ഇന്ന് ഞങ്ങളോടെ എല്ലാരോടും പറയണ എന്താ വെച്ചാലേ, മക്കളെ നമുക്ക് സ്വർഗത്തിൽ പോണ്ടേ, സ്വർഗത്തിൽ പോണ്ടേ ഇൻഷാ അല്ലാ. നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് തന്നെ അള്ളാഹു നമുക്ക് ജീവനും ജീവിതമൊക്കെ നൽകിയിട്ടേ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ നരകത്തിൽ പോകാനാണോ സ്വർഗത്തിൽ പോകാനാണോ ഇഷ്ടപ്പെടുന്നത്? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. സ്വർഗം ഓർ നരകം, എസ് എൻ അങ്ങനെ ഇട്ടാ മതി, ഫുള്ള് ടൈപ്പ് ചെയ്യണമെന്നില്ല. സ്വർഗത്തിൽ പോകേണ്ടവരൊക്കെ എസ് ടൈപ്പ് ചെയ്യാം. മാഷാ അല്ലാ, ഇപ്പൊ എന്തായാലും ഉറപ്പാണല്ലേ. ആരെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കോ? എന്തൊരു കഠിനമായ ശിക്ഷയാണല്ലേ ആ നരകത്തിൽ ഉണ്ടാവുക. ഒരിക്കലും തന്നെ നമുക്ക് നരകത്തിൽ പോകാൻ നമ്മളൊന്നും ആഗ്രഹിക്കൂല എന്ന് മാത്രല്ല, പരമാവധി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കുക. എല്ലാ കുട്ടികളും എസ് ഫുള്ള് എസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാ. അപ്പൊ അള്ളാഹു നിങ്ങളുടെ ഒക്കെ ആഗ്രഹം പോലെ, നമ്മുടെ ഒക്കെ ആഗ്രഹം പോലെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അറിയോ, നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവേ, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ സ്വർഗം അള്ളാഹുവിനോട് പറയുന്നതാണ്. എങ്ങനെ സ്വർഗല്ലേ, സ്വർഗം അള്ളാഹുവിനോട് സംസാരിക്കും, പറയും. എന്താ പറയാറിയോ? ഈ ആളെ എന്നിലേക്ക് എത്തിക്കണേ, എന്നിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് പറയുന്നു. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പറയും. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും മൂന്ന് തവണ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. എല്ലാരും നോട്ട് ചെയ്ത് വെച്ചോളി. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. 3 വട്ടം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാലേ സ്വർഗം തന്നെ അള്ളാഹുവിനോട് പറയും, ഈ പ്രാർത്ഥിക്കേണ്ട കുട്ടിയില്ലേ, ആ കുട്ടീനെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ എന്ന് പറയത്രേ. അപ്പൊ സ്വർഗം എങ്ങനെ സംസാരിക്കുക? നിങ്ങൾക്ക് സംശയമുണ്ടോ? സ്വർഗം എങ്ങനെ സംസാരിക്കുക സംശയമുണ്ടോ? അങ്ങനെ സംശയമൊന്നും വേണ്ട. അതൊക്കെ അള്ളാഹു പരലോകത്ത് എല്ലാറ്റിനും അത്തരത്തിലുള്ള ഓരോ കഴിവുകൾ നൽകും. അതിലൊന്നും നമുക്ക് സംശയം വേണ്ട. പിന്നെ അതുപോലെ നമ്മൾ എന്തും ചോദിക്കണം, നരകത്തിൽ നിന്ന് രക്ഷയും ചോദിക്കണം. അല്ലാഹുമ്മ അജിർന മിനന്നാർന്നോ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർന്നൊക്കെ നരകത്തിൽ നിന്ന് കാവല് ചോദിക്കുക. അപ്പൊ നരകം അള്ളാഹുവിനോട് എന്താ പറയാറിയോ? നമ്മൾ എല്ലാ ദിവസവും 3 വട്ടം നരകത്തിൽ നിന്ന് കാവല് ചോദിച്ചാലേ നരകം അള്ളാഹുവിനോട് എന്താ പറയാ? അള്ളാഹുവേ, ഈ കുട്ടിനെ നരകത്തിലേക്ക് എത്തിക്കണേന്നാ പറയാ? ആണോ? അങ്ങനെ നരകം പറയാ? അല്ല, നരകം എന്താ പറയാ അറിയോ? അള്ളാഹുവേ, ഈ പ്രാർത്ഥിക്കണ കുട്ടില്ലേ, ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, എന്നിലേക്ക് എത്തിക്കാതെ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥിക്ക അള്ളാഹുവിനോട് പറയാ. മനസ്സിലായോ? അപ്പൊ എല്ലാ ദിവസവും 3 തവണ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അള്ളാഹുവേ, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു. പിന്നെ അതേപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ എന്തൊക്കെ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, അവസാനല്ലേ വഖിന അദാബന്നാർ. അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകളൊക്കെ ചെല്ല. റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം, അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. ഓക്കെ ആണല്ലോ ട്ടോ? അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളാണ് എന്ത് നല്ല മക്കള്. സ്വർഗം കിട്ടാന് നിങ്ങൾക്ക് അറിയാലോ, സ്വർഗം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്വർഗം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? സ്വർഗം കിട്ടാൻ
എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ച് കൃത്യമായി നന്മകളൊക്കെ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം അല്ലേ? സ്വർഗം കിട്ടാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, നന്മകൾ ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്വർഗത്തിലെത്തിയിട്ട് ആ സ്വർഗത്തിൽ നമുക്ക് ഒരു വീട് കിട്ടാൻ വേണ്ടി, സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടേ. സ്വർഗത്തിലെ വീട് എന്ന് പറഞ്ഞാലേ ഇവിടുത്തെ വീട് പോലെ ആവോ? ഇവിടെ ഇപ്പൊ നിങ്ങളെ വീടിന് എത്ര നിലകളുണ്ട്? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. എത്ര നിലകളുണ്ട് നിങ്ങളെ വീടിന്? ഒരു നിലയാണോ, 2 നിലയാണോ, 3 നിലയാണോ, 5 നിലക്കുള്ള വീടൊക്കെ ഉണ്ടോ? ഒരു നില, 2 നില, 3 3ഒക്കെ ഉള്ളവരുണ്ട്. പിന്നെ ചിലപ്പോ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ 25 എന്നൊക്കെ എഴുതും അല്ലെ? ഫ്ലാറ്റില് 25ാം നിലയിലൊക്കെ ആണെങ്കിൽ 4th ഫ്ലോർ ഒക്കെ പറയുന്നുണ്ട്. ചിലര് 30, 40 എന്നൊക്കെ പറയും. എന്താ സംഭവം? 30, 40 എന്നൊക്കെ പറയും. എന്താ സംഭവം? ഓക്കെ, അപ്പൊ ഒരുപാട് പേര് അൽഹംദുലില്ലാ ടൈപ്പ് ചെയ്തു. ഒരുപാട് പേര് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 2, 5, 5ഒക്കെ ടൈപ്പ്, 55 ഒക്കെ ഉണ്ടല്ലോ. പടച്ചോനെ, ആകാശത്താ വീട്? എവിടെ? വിമാനത്തിലാ വീട്ടിക്ക് പോകല്? വിമാനം ഇങ്ങനെ കേറിയിട്ട് ഇങ്ങനെ 55ാം നിലയിലേക്ക് പോകല? ശരിക്കുള്ളതാണ് അവലെ 55 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ടൈപ്പ് ചെയ്തപ്പോ തെറ്റിയതാവും അല്ലേ? ഓക്കെ മക്കളെ, ശരി. അപ്പോ സ്വർഗത്തിൽ നമുക്കൊരു വീട് വേണം. ഇവിടുത്തെ വീട് പോലൊന്നും ആവൂല. സ്വർഗത്തിൽ വീട് കിട്ടിയാല് എങ്ങനെ ഉണ്ടാവും? നല്ല വെറൈറ്റി ആവൂലേ സ്വർഗത്തില് വീട് മക്കളെ? നമ്മളൊക്കെ വിചാരിക്കണേക്കാൾ സൗകര്യങ്ങളുള്ള സൂപ്പർ വീടായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക. നമുക്ക് ഊഹിക്കാൻ കഴിയോ സ്വർഗത്തിലുള്ള വീട് എങ്ങനെയായിരിക്കും? ആർക്കെങ്കിലും പറയാൻ കഴിയോ? സ്വർഗത്തിലുള്ള വീട് എങ്ങനെയായിരിക്കും ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഇല്ല. അത് പറയാൻ കഴിയില്ല. കാരണം എന്താ? നമ്മളൊന്നും കണ്ടിട്ടില്ല. നമ്മളൊന്നും മനസ്സിൽ വിചാരിച്ചാൽ പോലും അതൊന്നും ശരിക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. പാരലോകത്ത് എത്തുമ്പോ, സ്വർഗത്തിൽ എത്തുമ്പോഴാണ് അതൊക്കെ കാണുന്നത്. യെസ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കാനുള്ള ഒരു കാര്യങ്ങളോട് പറയാം. അപ്പൊ അതിനു മുന്നേ നമ്മളൊക്കെ മത്സരിക്കാൻ റെഡിയാണോ? മത്സരത്തിന് റെഡിയാണോ? നരകശിക്ഷയുടെ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ എന്ന് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ റബ്ബന സ്രിഫ് അന്നാ അസാബ ജഹന്നം എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ശരി മക്കളെ. അപ്പൊ നിങ്ങൾ മത്സരിക്കാൻ റെഡിയാണോ? മത്സരിക്കാൻ റെഡി ആണെങ്കിൽ എല്ലാവരും ഒന്ന് യെസ് പറഞ്ഞേ. സ്വർഗത്തിന് പിന്നെ മത്സരിക്കാൻ റെഡിയാണ് പറഞ്ഞോളൂ. യെസ്. അപ്പൊ എന്നാൽ നമ്മൾ മത്സരിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടറിയോ? അള്ളാഹു പറയാണ്, ഞാൻ ഈ പറയാൻ പോകുന്ന ആയത്ത് ഏത് സൂറത്തിലാ നിങ്ങൾ പറയണം. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. ഏത് സൂറത്തിലാ? ചാറ്റ് ബോക്സിൽ വേഗം വരും. ഏത് സൂറത്തിലാണ് ഈ ആയത്ത്? വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മാഷാ അല്ലാഹ്. ഞാൻ ആദ്യം കണ്ട ആൻസർ ഐഷ സെനീം. ഐഷ സെനീം എന്ന് പറഞ്ഞ കുട്ടിയാണ് ആദ്യം ആൻസർ ചെയ്ത് കണ്ടത്. ഐഷ സെനീം. ഓക്കെ, അപ്പൊ ഐഷ സെനീമിന് ഇൻഷാ അല്ലാഹ് ഒരു സമ്മാനം ഉണ്ടാകും. ഐഷ സെനീം. അപ്പൊ മോൾ എന്താ ചെയ്യേണ്ട അറിയോ? ഐഷ സെനീം എന്താ ചെയ്യേണ്ടത്? നമ്മളെ പീസ് റേഡിയോയിൽ കോഴ്സ് ഓപ്ഷൻ ഇല്ലേ? ഈ മദ്രസൊക്കെ എൻറോൾ ചെയ്ത ആ കോഴ്സ് ഓപ്ഷന്റെ ഉള്ളിലുള്ള ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയിട്ട് മോളുടെ അഡ്രസ്സ് അയക്കണം കേട്ടോ. ഇന്ന് ഇങ്ങനെ സമ്മാനം കിട്ടിയ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് അയക്കണം. കോഴ്സ് ഓപ്ഷന്റെ ഉള്ളിലുള്ള ഫീഡ്ബാക്ക്. അപ്പൊ ഐഷ സെനീമാണ്. വളരെ പെട്ടെന്ന് മുത്തഫിഫീൻ, സൂറത്തുൽ മുത്തഫിഫീൻ ആണ്. പക്ഷെ ഐഷ സെനീം മാത്രല്ല കേട്ടോ, വേറെ കുട്ടികളൊക്കെ ആദി ബിൻ ഖാലിദ്, ഷിമാസ്, പിന്നെ ഫാത്തിമ, ഹിദായ, ഫാദി, അസീം തുടങ്ങി കുറെ കുട്ടികളെ അയച്ചിട്ടുണ്ട്. അവരതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഐഷ, ഹിദായ, കുറെ കുട്ടികളെ ആൻസറുകൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ആദ്യം അയച്ച ആളായതുകൊണ്ടാണ് ഐഷ സെനീമിന് ഞാനൊരു സമ്മാനം പ്രഖ്യാപിച്ചത് കേട്ടോ. അപ്പോ ഇനിയും ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഫസ്റ്റ് കമന്റ് ചെയ്യാൻ വേണ്ടി കാത്തുന്നോളൂ. ഫസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴായിരിക്കും
സമ്മാനം ഏതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക പറയാൻ പറ്റൂല, റെഡി ആയിട്ട് ഇരുന്നോളൂ. അപ്പൊ മക്കളെ, നമുക്ക് സ്വർഗത്തിലൊരു വീട്, അതിനു വേണ്ടിയിട്ട് മത്സരിക്കണം. വഫീദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ഈ ആയത്ത് സൂറത്തുൽ മുത്തഫിഫീനിലുള്ളതാണ്. എന്താ അള്ളാഹു പറഞ്ഞറിയോ? മത്സരിക്കുന്നവര് വേണമെങ്കിൽ ആ സ്വർഗത്തിന് വേണമെങ്കിൽ മത്സരിച്ചോളി അല്ലേ. അതാണ് ഏറ്റവും വലിയ മത്സരം. നമ്മളിങ്ങനെ സ്വർഗം കിട്ടാൻ വേണ്ടി മത്സരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാന്, നല്ല കുട്ടിയാവാന്, ഈ മദ്രസയിലൊക്കെ ഉഷാറായിട്ട് പങ്കെടുക്കാന്, നിസ്കാരമൊക്കെ സൂപ്പർ ആക്കാന്, നോമ്പൊക്കെ നന്നായി നോൽക്കാന്, ദിക്റുകളൊക്കെ ചൊല്ലാന്, മൊബൈലില് അനാവശ്യങ്ങളൊക്കെ കണ്ടിരിക്കാതെ മൊബൈൽ അഡിക്ഷനൊക്കെ ഒഴിവാക്കാന്, ഇങ്ങനെയുള്ള എല്ലാ നന്മയും കൊണ്ടുവരാൻ അതിനു വേണ്ടിയിട്ടാണ് എന്ത്? അതിനു വേണ്ടിയിട്ടാണ് മത്സരിക്കേണ്ടത്. വഫീദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അപ്പൊ നമ്മളെല്ലാവരും സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ രണ്ട് വീട് കിട്ടാനുള്ള 1-2 കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ മദ്രസയുടെ കോഴ്സിൽ നമ്മൾ പറയണത്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഈ മദ്രസ ഉണ്ട്, എല്ലാവരും ഉണ്ടാവണം, സമയത്ത് ഉണ്ടാവണം. നിങ്ങളൊക്കെ ക്ലാസ് ടെസ്റ്റിന് പിന്നെ ഇത് അയക്കുന്നുണ്ടോ? ആൻസർ അയക്കുന്നുണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് ഓക്കെ പറഞ്ഞു. ഓക്കെ പറയൂ. ക്ലാസ് ടെസ്റ്റിനെ നമ്മൾ കോഴ്സ് ഓപ്ഷനിൽ പോയി ക്ലാസ് ടെസ്റ്റിന് ആൻസറുകൾ അയക്കണേ. എല്ലാവരും ക്ലാസ് ടെസ്റ്റിന് ആൻസർ അയക്കുക കേട്ടോ. ഈ ക്ലാസ്സിനും കഴിഞ്ഞ ക്ലാസ്സുകൾക്കൊക്കെ അയക്കുക. നമ്മുടെ മോഡൽ എക്സാം ഒക്കെ വരും, മോഡൽ എക്സാമും ഫൈനൽ എക്സാം ഒക്കെ വരും. അതിന് മുന്നേ നമ്മുടെ എല്ലാ ക്ലാസ്സിന്റെയും ടെസ്റ്റുകൾക്ക് ഉത്തരം അയക്കണം കേട്ടോ. എന്നാലാണ് ഫുൾ മാർക്ക് കിട്ടുക. ഫൈനൽ എക്സാമിനൊക്കെ ഫുൾ മാർക്ക് അപ്പോഴാണ് കിട്ടുക. പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നമുക്ക് സ്റ്റുഡിയോയിലേക്കൊക്കെ കൊണ്ടുവരാന്നൊക്കെ നമ്മൾ അബ്ദുറഹ്മാൻ ഉസ്താദ് പറഞ്ഞിട്ടില്ലായിരുന്നോ? അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഈ വെക്കേഷനിൽ സമയം ഉണ്ടാവില്ല, നമുക്ക് വഴിയെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അബ്ദുറഹ്മാൻ ഉസ്താദ് പറഞ്ഞത് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ക്വിസ് സംഘടിപ്പിക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ മദ്രസയുടെ കൂടെ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ അവസരങ്ങൾക്ക് കിട്ടും, ഒരുപാട് അവസരം കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ എന്നാല് നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ, അടുത്ത ക്വസ്റ്റ്യൻ, സ്വർഗത്തിൽ ഒരു വീട് കിട്ടാന് ഞാൻ 1-2 വഴികൾ പറഞ്ഞു തരണം എന്നുള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഏത് ചാറ്റിൽ പോയിട്ടല്ല, നമ്മളെ പാർട്ടിസിപ്പൻസിൽ എടുത്തിട്ടേ നമ്മൾ ഹാൻഡ് റൈസ് ചെയ്യൂലേ, അങ്ങനെ എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെയല്ല, സൂമിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ശരി മക്കളെ, അപ്പോ സ്വർഗത്തിൽ വീട് കിട്ടാൻ 2 കാര്യമാണ് നിങ്ങളോട് പറയാൻ പോണേ. 2 കാര്യം, അത് രണ്ടും നിങ്ങൾ ഉഷാറായിട്ട് ചെയ്യണം. ഒന്നെന്താരോ, ഒന്ന് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത്, നമ്മള് എല്ലാ ദിവസവും 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക. 12 റക്അത്ത് റവാത്തിബ്. എന്താ റവാത്തിബ് എന്ന് പറഞ്ഞാൽ? റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ ഏതാ? നമ്മൾ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമായിട്ട് നിർവഹിക്കൂലേ, അതാണ് റവാത്തിബ് സുന്നത്ത്. അങ്ങനെ 12 റക്അത്തുകളുണ്ട്. 12 റക്അത്ത്. ആ 12 റക്അത്ത് നിർവഹിക്കുന്ന കുട്ടികൾക്ക്, ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിലൊരു വീട് കൊടുക്കും. റസൂല് പറഞ്ഞതാണ്. അപ്പൊ ഏതൊക്കെയാണ് 12? എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏതൊക്കെയാ 12 അറിയോ? ആദ്യം സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് റവാത്തിബ് സുന്നത്താ പറയണട്ടോ. സുബഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം 2. അപ്പൊ എത്രയായി? സുബഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന് ശേഷം 2. അപ്പൊ ടോട്ടൽ 8 ആയില്ലേ? പിന്നെ അസറിന്റെ മുമ്പും ശേഷവും റവാത്തിബ് സുന്നത്ത് ഇല്ല കേട്ടോ.
പിന്നെ മഗ്‌രിബിന് ശേഷം 2, അപ്പൊ 10 ആയില്ലേ. പിന്നെ ഇശാഇന് ശേഷവും 2, അപ്പൊ 12. ടോട്ടൽ 12 ആയില്ലേ. സിമ്പിൾ അല്ലേ. ഇത് നിങ്ങളൊക്കെ മദ്രസയിലൊക്കെ പഠിച്ച കാര്യമായിരിക്കും. ഈ 12 റക്അത്ത് നിസ്കരിച്ചാൽ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ ഒരു വീട് തരും. സ്വർഗത്തിൽ ഒരു വീട് തരും. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യാ, എല്ലാ ദിവസവും ഫർള് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും ഒക്കെ ഇതുപോലെയുള്ള 2 റക്അത്ത് വീതമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തും കൂടി നിർവഹിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് എന്ത് തരും, സ്വർഗത്തിൽ ഒരു വീട്. ഒന്നുകൂടി പറയാൻ പറയുന്നുണ്ട്, സീനത്ത് അജ്വ. ആയിക്കോട്ടെ, ഒന്നുകൂടി പറയാലോ. ഒന്നുകൂടി പറയാം. 12 റക്അത്ത് ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെച്ചോളൂ. സുബഹിന്റെ മുമ്പ് 2, സുബഹിന്റെ മുമ്പ് 2, സുബഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2. സുബഹിന്റെ മുമ്പ് 4, ശേഷം 2. അപ്പൊ ടോട്ടൽ 8 ആയിട്ടോ. പിന്നെ അസറിന്റെ മുമ്പും ശേഷമില്ല. ളുഹറിന്റെ മുമ്പ് 4 ഉണ്ട്, ളുഹറിന് ശേഷം 2 ഉണ്ട്. പിന്നെ അസറിന്റെ ശേഷം മുമ്പൊന്നുമില്ല, അതുകൊണ്ട് അസർ എഴുതണമെന്നില്ല. പിന്നെ മഗ്‌രിബിന് ശേഷം 2, മഗ്‌രിബിന് ശേഷം 2. പിന്നെ ഇശാഇന് ശേഷം 2, ഇശാഇന് ശേഷവും 2. അപ്പൊ 12 ആയില്ലേ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 2, 2, അങ്ങനെ ടോട്ടൽ 12 ആയില്ലേ. യെസ്. ഈ 12 നിസ്കാരം, ഈ 12 റക്അത്തുകൾ മൊത്തം 12 ആയി. ഈ 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നിർവഹിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ ഒരു വീട് തരുന്നതാണ്. സ്വർഗത്തിൽ ഒരു വീട് തരും. ഓക്കെ ആണല്ലോ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യം, 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത്. എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ, നോട്ട് ചെയ്തില്ലേ? ഇത് കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ, അതിൽ ആൻസർ കൊടുക്കാനുണ്ടാവും, നോട്ട് ചെയ്യണം. നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി, സ്വർഗത്തിൽ ഒരു വീട് കിട്ടാൻ. സ്വർഗത്തിൽ ഒരു വീട് കിട്ടാന് ഒരു പോയിന്റ് കൂടി പറയട്ടെ. എന്താ അറിയോ, നമുക്ക് നല്ല സ്വഭാവം ഉണ്ടാവുക, സൽ സ്വഭാവം ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ, സൽ സ്വഭാവത്തിന് നമ്മൾ തമാശക്ക് പോലും കളവ് പറയാതിരിക്കുക, നമ്മുടെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിലും നമ്മൾ തർക്കിക്കാതിരിക്കുക. അങ്ങനെയുള്ള നല്ല സ്വഭാവമുള്ള വ്യക്തികൾക്ക് എന്ത് കിട്ടുന്നതാണ്, സ്വർഗത്തിൽ അള്ളാഹു ഒരു ഭവനം നൽകും. മനസ്സിലായോ? ആ ഹദീസൊക്കെ ഉണ്ട്, അതിപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ, ഒന്ന് പിന്നെ ഈ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കുക. അതേപോലെ എന്തു ചെയ്യുന്നു, നമ്മൾ സൽ സ്വഭാവികളായിട്ട് മാറുക. ഈ 2 കാര്യങ്ങൾ ഇനിയുണ്ട് കേട്ടോ സ്വർഗത്തിൽ വീട് കിട്ടാൻ. പിന്നെ അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഉറഫ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ. സ്വർഗത്തിൽ ഇതുപോലുള്ള മണിമേടകൾ, താമസ സൗകര്യങ്ങളൊക്കെ ലഭിക്കുക ആർക്കാണ്? വല്ലദീന ആമനു, വിശ്വസിച്ചവർക്കാണ്. വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക മക്കളെ, ഈ മദ്രസയിലൊക്കെ പങ്കെടുക്കുന്ന പോലെ തന്നെ നല്ല കുട്ടികളായി എല്ലാ നല്ല സ്വഭാവങ്ങളും നമ്മിൽ ഉണ്ടാവുക, നന്നായി വിശ്വാസകാര്യങ്ങളൊക്കെ പഠിക്കുക, അമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഇനി ഇതുപോലെ ദീനി പഠനങ്ങൾ തുടരുക. അപ്പൊ എന്ത് ചെയ്യും, അള്ളാഹു നമുക്ക് സ്വർഗവും സ്വർഗത്തിലൊരു വീടും ഒക്കെ തന്ന് അനുഗ്രഹിക്കും കേട്ടോ. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, സ്വർഗം ചോദിക്കണേ. എല്ലാ ദിവസവും 3 തവണ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, സ്വർഗത്തെ ചോദിക്കണം. അതുപോലെ നരകത്തിൽ നിന്ന് 3 തവണ കാവലും ചോദിക്കണം. ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മദ്രസയുടെ അടുത്ത ദിവസത്തെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ സജീവമായിട്ട് ഉണ്ടാകണം. പിന്നെ ക്ലാസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ആണല്ലോ. പിന്നെ ഇൻഷാ അല്ലാഹ് മോഡൽ എക്സാം ഒക്കെ വരുന്നതിന് മുമ്പ് എല്ലാ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒക്കെ ക്ലാസ് ടെസ്റ്റ് ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് അതൊക്കെ അറ്റൻഡ് ചെയ്ത് പൂർത്തിയാക്കണേ. അങ്ങനെ ഈ മദ്രസയിൽ വളരെ സജീവമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഉഷാറായിട്ട് ഉണ്ടാകണം. പിന്നെ എല്ലാ ക്ലാസ് ടെസ്റ്റുകൾക്കും ഉത്തരം അയച്ച ആളുകൾക്കാണ് ഫൈനൽ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുക. അതുകൊണ്ട് അത് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സിനൊക്കെ ആർക്കെങ്കിലും ഇതുവരെ ഈ മദ്രസ അറിയില്ലെങ്കിൽ
അവർക്കും കൂടി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ചില ആൾക്കാർ യൂട്യൂബിൽ മാത്രം കേൾക്കും, ചില ആൾക്കാർ പീസ് റേഡിയോ ആപ്പിൽ കേൾക്കും. അതുപോരാ കോഴ്സ് ഓപ്ഷനിൽ, പീസ് റേഡിയോന് താഴെയുള്ള കോഴ്സ് ഓപ്ഷനിൽ നിങ്ങളൊക്കെ ചെയ്തതുപോലെ എൻറോൾ ചെയ്യുക. ഈ മദ്രസയ്ക്ക് എൻറോൾ ചെയ്തിട്ട് ഈ കോഴ്സിലേക്ക് കയറാൻ വേണ്ടി പറയണം. ഓക്കെ, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ കുറച്ച് നേരത്തെ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നാളെ നമുക്ക് ഈ മദ്രസയുടെ ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.